ചെന്നാലും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. സ്നേഹിക്കപ്പെട്ട വിദ്യാലയ ബഹുമാനപ്പെട്ട വിജയ് അവാർഡ് വെച്ച് അനുശോചന സന്ദേശം നൽകി വന്നിരുന്നു. ദൈവത്തിന്റെ വാഴ്ത്തപ്പെടട്ടെ. എല്ലാവരുടെയും സ്നേഹമുള്ളവരെ, ഏറെ പ്രയാസവും സങ്കടവും അതിനേക്കാളപ്പുറം ക്രിസ്തുവിൻ്റെ വലിയ സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കപ്പെട്ടതിൻ്റെ വലിയ സന്തോഷവും. വചനപ്രകാരം പറയുന്നു, എഴുതുക, കർത്താവിൽ നിന്ന് ലഭിക്കുന്ന മൃഗന്മാർ ഭാഗ്യവന്മാർ. യേശുക്രിസ്തുവിന്റെ ശരീരങ്ങളെ അനുഭവിച്ച് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ സഭ പഠിപ്പിക്കുന്നു, കർത്താവ് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും അടിയിൽ പ്രാർത്ഥിക്കണമേ. യഥാർത്ഥത്തിൽ മരണം നമ്മെ വിളിക്കുമ്പോൾ നാം അറിയാതെ ഒരു സ്ഥലത്ത് ജീവനോടെ ഇരുന്ന വേറെ ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ. ഒരു അമ്മയും ഒരു കുഞ്ഞും കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞ് നല്ല ഉറക്കമാകുമ്പോൾ ഈ അമ്മ കുഞ്ഞിനെ എടുത്ത് തൊട്ടിലെയോ തൊട്ടിലോ കിടക്കുന്ന അവസ്ഥ. യഥാർത്ഥത്തിൽ ഈ മാതാവ് അങ്ങനെ തന്നെയാണ് അബ്രഹാമിന്റെ അടിയിലേക്ക് എടുത്ത് മാറ്റിക്കൊടുക്കുന്ന അവസ്ഥയിലേക്ക്. ഏതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വാർത്ത ദേശമൊക്കെയും അറിയുമ്പോൾ പള്ളിയിൽ വിനോദമായിരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഇവിടെ കയറി വരുമ്പോഴാണ് തന്റെ മക്കളെ പോലെ തന്നെ ജിനയും ഗുരുവിനെയും അതുപോലെ നാളുകളൊക്കെ കരുതുന്ന പോലെ ഇപ്പോഴും കരുതുന്നു. എന്നെ മാത്രമല്ല, കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്ന എല്ലാ കൂട്ടുകാരെയും ഈ അമ്മ കാണുന്നത് തന്റെ മക്കളെ പോലെ. ഈ അമ്മ ചെയ്തു വെച്ച എല്ലാ നിങ്ങൾക്കും ഓർക്കാൻ കഴിയട്ടെ. എല്ലാവരുടെ മേലുള്ള അനുശോചന അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്നേഹത്തിലേക്ക് ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള മൂന്നാമത്തെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും കിഴക്കോട്ട് അഭിമുഖമായി എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനായിട്ട് ഒരു സ്നേഹത്തോടെ ഓരോരുത്തരും ഈ ശുശ്രൂഷയ്ക്ക് ബഹുമാനപ്പെട്ട മർക്കോസ് ഇറക്കലച്ചൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിജയ് അറാപ്പുരി അച്ഛൻ, ബഹുമാനപ്പെട്ട ശാന്തി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോമി അച്ഛൻ, ബഹുമാനപ്പെട്ട അജയൻ അച്ഛൻ, എല്ലാ വൈദിക സൃഷ്ടിയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്ത് ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്.
പിതാവിനും പുത്രനും പരിശുദ്ധവും തന്നെ സ്തുതിയാൽ ആകാശവും ഭൂമിയും അറിയപ്പെട്ടിരിക്കുന്നവരായ തിരുനാമത്തെ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ നമ്മളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. കരുണയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ നമ്മളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. കരുണയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ നമ്മളോട് കരുണ ചെയ്യണമേ. ശുശ്രൂഷയെ കൊണ്ട് നമ്മളോട് കരുണ ചെയ്യണമേ. ഞാനോട് കരുണ ചെയ്യുന്നു. ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ ശക്തി കൊടുത്തു ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. മത്സരക്കാരുടെ ഉള്ളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഇവളെ വീട്ടോളണമേ. ജീവന്റെ സ്ഥാനത്ത് നിരന്മാരുടെ കൂട്ടത്തിൽ ചെന്ന് പറയുന്നു. പിതാവുമായും വിശുദ്ധാർഹായുമായുള്ളവരും ഇപ്പോഴും എല്ലായ്പ്പോഴും നൽകിയേക്കുന്നുണ്ട്. വിശുദ്ധന്മാരോടുകൂടെ വസിക്കുമാറാകണമേ. മണ്ണിൽ ചേരും മഹത്വം വാഴട്ടെന്നും ഹാലേ തന്ത്രകളിലുടയോ പൊഴിയട്ടെ. പ്രിയനാം ലാസറിനെ കബറിനെഴുന്നേൽപ്പിച്ചോരെ വന്നിടവും ഒരു ദാശത്തിനും വിധവാസുകരെ വിടുവിച്ചോരെ നാമെല്ലായ്പ്പോഴും വിശ്രമവന്നി ഞങ്ങളെ സഹായിക്കണമേ. ജീവിക്കുന്നവരും ഏൽപ്പിക്കുന്നവരും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും അധികാരികൾക്കും ന്യായാധിപതി ന്യായ
സമയത്തും സകല പെരുന്നാളുകളും കൊടുക്കണം വരയ്ക്കുന്നു ആദ്യമുണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും എന്നേക്കും നിലനിൽക്കുന്നവരും തന്റെ പിതാവിന്റെ മുഖത്തിൽ പരിശുദ്ധമാരാകുമാരോടുകൂടി പിതാവിനേക്കുമായ വശീഭാഗം പറയാനേ എണ്ണമില്ലാത്ത നിലവിള ജനങ്ങളും പതിനായിരങ്ങളും തിരുവന്താങ്കളികൾ വെച്ച് വെച്ചുകൊണ്ട് നിൽക്കുന്നു സ്ഥലങ്ങളുടെ ജനങ്ങളും സ്വർഗീയ മേഖലകളിൽ തന്നെ ആഘോഷിക്കുന്നു നിന്റെ ഉഗ്രമായ ശബ്ദത്തിനേസിക്കുമ്പോൾ മരണം വീണു പോവുകയും സാധാരണ നശിച്ചു പോവുകയും ആദ്യ ഭൂതം കഴിഞ്ഞു പോവുകയും ഭൂമിയെ ദ്രവിച്ചുയർന്നുപോയ സർവ്വ ശരീരങ്ങളും പുതുതായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു സകലത്തിന്റെ സൃഷ്ടാവ് നിർമ്മതാവുന്നവരെ സൃഷ്ടിശക്തിയുടെ അവയെ സജ്ജീകരിക്കുന്നു നന്മയോ തിന്മയോ അവനെ പ്രവർത്തിച്ചിട്ടുള്ളവയെ പ്രതി സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ എന്റെ സിംഹാസനത്തിൽ മുമ്പിൽ വന്നുകൂടുകയും ചെയ്യുന്നു ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവ് ഇതെല്ലാം സംഭവിക്കുക പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേരത്ത് നിങ്ങളുടെ പ്രത്യാശ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസീന്റെ ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവനും എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു ജീവനുള്ള തിരുവായുധം ചെയ്തവനും ഞങ്ങളിലും ഈ ദാസയിലും നിറവേറ്റുന്നു നിങ്ങളും നിങ്ങളെ വാങ്ങിപ്പോലും നിലനിർത്തുന്നു നിന്റെ കരുണയെ കാണുകയും നിനക്ക് പിതാവിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം അറിയിക്കുകയും ചെയ്യുമാറാകണമേ ഞാൻ പോകും നേരം നിന്റെ സനദ്രവാസൂരമായ സകല വാങ്ങിപ്പോയവർക്കും ഇപ്പോൾ ആശ്വാസാനുഭവം പാപപരിഹാരത്തിന്റെ സന്തോഷവും നീ നൽകണമേ നിന്റെ സ്ഥലത്ത് വയ്ക്കുകയും നിന്റെ ദൈവത്തിൽ വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധം സഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കോടെ സ്തുതിയും സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ ബാറക്മോ ഹോസോ കമ്മശമകിലം മോചിക്കാം ഇവളെ വിധിക്കരുതേ നാഥ നിർമ്മയന്നീയേകന്താൻ അപരാധികളർഹിച്ചിടും നരകത്തിന്നിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവര പോകേണം ബാർക്കുമോ അവരുടെ മേൽ തെല്ലില്ല നിനക്കധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ സാക്ഷാലവകാശികളും സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെ വീണ്ടും സ്വർഗമഹാരാജ്യം നിദ്രാഭീതിയുമെല്ലെന്നിൽ ദൈവം തീയിൽ നടത്തിയിടും വിധി നിന്റെ സനദ്രവാസൂരമായ സകല വാങ്ങിപ്പോയവർക്കും ഇപ്പോൾ ആശ്വാസാനുഭവം പാപപരിഹാരത്തിന്റെ സന്തോഷവും നീ നൽകണമേ നിന്റെ സ്ഥലത്ത് വയ്ക്കുകയും നിന്റെ ദൈവത്തിൽ വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധം സഹായിക്കും ഇപ്പോഴും എപ്പോഴും
എന്നേക്കുകൂടി നിങ്ങൾ സ്തുതിയും സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറക്മോ ഹോസോ വബകുലസുബാൻ ലുൽമേ. കന്മഷമകിലം മോചിക്കാം ഇവളെ വിധിക്കരുതേ നാഥ. നിർമ്മയന്നീയേകന്ത അപരാധികളർഹിച്ചിടും നരകത്തിനുപേക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവർ പോകേണം. ബാരക്കുമോ ഹൃദയേ നീ ജലിയേണ്ട മൃദുലായോമേ അവരുടെ മേൽ തെല്ലില്ല നിനക്കധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ സാക്ഷാലവകാശികളും സുവരും ദാസരുമവരല്ലോ. നിൻ കൈകളിൽ നിന്നവരെ വീണ്ടും സ്വർഗമഹാരാജ്യം ഞാൻ നിദ്രാഭീതിയുമെല്ലിൽ ദൈവം തീയിൽ നടത്തിയിടും വിധിയോർത്തഞ്ചിടും ഞാൻ ഭാരക്കുമോ സുഹോലീശോ നീ വാഗ്ദാനത്തിൻ നാടായി സ്വർഗമഹത്വം ചാർത്തിയിടും. സൂനൂധ്വനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും. കാന്തനു കാത്തോരാം കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുദ്ധാനത്തിൽ. വ്യാകുല ലോകമതൻ ചിന്താവിഷയമതായി ആദിമകാലത്തെ കന്മാനസമോടി സൃഷ്ടിയെ ഓർത്തൊരു ഞാൻ ശാപത്താൽ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയും നാരികളത്യധികം വ്യതയിൽ നാൾ പോക്കി വേദനയൊടു സുതരെ പ്രസവിച്ചിടുന്നു. ജീവൻ പോയി വേർ പിരിയും മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവീർപ്പുയരുന്നു. തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോദിച്ചിടുന്നു. ഈ ദീനാരാവം കേൾക്കുന്നോരെല്ലാം ഗേദത്താലവരോടൊപ്പം കരയുന്നു. ദൂതൻ ചാരേവൻ എന്നെ കൊണ്ടിഹ പോയി മാരകബാണത്താൽ എന്നിൽ ഭ്രമമേറ്റി നിർദ്ദയ പീഡകളാൽ മർദ്ദിച്ചംഗങ്ങൾ കാൺമീൻ വടിമൂന്നാൽ എന്നെ താടിച്ചാൻ
ഞാനാശ്രയഹീന ഞാനയ്യോ ദീന നിൻ സൃഷ്ടിയെ നാദ കൃപയാൽ പുതുതാക്ക മൊറിയോരാഹിം മേലൈനു ആധാരേ കരുണാസമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോടെ സൃഷ്ടിയെ നീ നവമാ കീടേണം പതിബന്ധം മൃതിയാൽ വേറായി മേരണ്ടായി തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥി പിന്നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമെഴും വിധിയിൻ നാളിൽ പാടേണം പരിശുദ്ധന്മാരൊത്തിവൾ നിൻ സ്തുതിഗീതം വന്നവനും വരുവോനും മൃതർ തന്നുയിരും സ്തുതനിന്നു ശരീരാത്മാക്കൾ പാടണമേ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ധൂപപ്രാർത്ഥനയോടുകൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഒരിക്കൽ കൂടി ഇന്നലെ ഈ ദാസിയുടെ വേർപാട് അറിഞ്ഞ നിമിഷം മുതൽ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ച എല്ലാ ബഹുമാനയുടെ വൈദിക ശ്രേഷ്ഠർ, ഈ ദേശനിവാസികൾ, ഇടവകയിലെ പ്രിയപ്പെട്ടവർ, നാനാജാതി മതസ്ഥര എല്ലാ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. കുടുംബത്തിന്റെ എല്ലാവിധമായ നന്ദിയും സ്നേഹവും നിങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. തുടർന്നും നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രിയപ്പെട്ട ദാസിയെയും കുടുംബ അംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് സ്നേഹചുംബനം നൽകുവാനുള്ള സമയമാണ്. ആ സമയത്ത് ദേവാലയത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മുന്നോട്ട് ഇറങ്ങി വഴിയിൽ ക്രമീകരിച്ചിരിക്കുന്ന വാഹനങ്ങൾ, അവരുടെ വാഹനങ്ങൾ മറ്റുള്ളവരെ കൂടി കയറ്റുവാനായിട്ട് പ്രത്യേകമായിട്ട് കരുതണം. സാധിക്കുന്ന എല്ലാവരും ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈ പ്രിയപ്പെട്ട ദാസിക്ക് നല്ല ഒരു യാത്രയയപ്പ്, ക്രിസ്ത്യാനിക്ക് ഉചിതമായ രീതിയിലുള്ള ഒരു യാത്രയയപ്പ് നൽകുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരും ഇതിന് വിപരീതമായി പ്രവർത്തിക്കുവാനിടയായി തീരരുത്. സ്നേഹചുംബനം നൽകുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകളെല്ലാം പള്ളിയിലേക്ക് പോകുവാനായിട്ട് മുന്നോട്ട് ഇറങ്ങണം. ഏറ്റവും മുൻപിലായി ഇരുചക്രവാഹനങ്ങൾ, അതിന്റെ പിൻപിൽ കാറുകളും ജീപ്പുകളും ക്രമീകരിച്ച് ഏറ്റവും പിന്നിലായിട്ടായിരിക്കും മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നു വരുന്നത്. എല്ലാവരും ചിട്ടയോടുകൂടെ നല്ലൊരു വിലാപയാത്രയായിട്ട് ക്രമീകരിക്കുവാൻ പ്രത്യേകമായിട്ട് കരുതണമെന്ന് സ്നേഹത്തോടുകൂടെ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയാണ്. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹാലേലുയ്യ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറക്കുമോ. മെൻ ഓലം വാദാമുൽ ഓലം വൽ മീനാമീൻ. നിൻ കൃപയിൽ മരണമടഞ്ഞരുദാസിയെ നിൻ ജീവാസ്വരമതുണർത്തണമേ. കബറിന്നുദ്യാനത്തീന സ്തൗമൻ കാലസ്പ്രീ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാറക്കുമോ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനായി വീടാം ഞാൻ. ജീവിപ്പാനങ്ങെത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിന്റെ മഹത്വം. മുറിയോ റാഹേൻ മലൈ നു ആധാരൈ. കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടിടേണം. സ്നേഹിക്കപ്പെട്ടവരെ, ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വാഹനങ്ങളിൽ പ്രവേശിച്ച് വിലാപ യാത്രയായിട്ട് ക്രമീകരിക്കും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാലാവസ്ഥ വലിയ
പ്രതിസന്ധിയില്ലാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വലിയ തടസ്സം സൃഷ്ടിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ പ്രത്യേകമായിട്ട് കരുതിക്കൊള്ളണം. ഈ സമയത്ത് ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് സ്നേഹ ചുംബനം നൽകുവാനുള്ള സമയമാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അവരുടെ വാഹനങ്ങളിൽ ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദേവാലയത്തിന് താഴെ ഭാഗത്തുള്ള ഗ്രൗണ്ടിലാണ് വാഹനങ്ങൾക്ക് പാർക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ദേവാലയത്തിന് മുറ്റത്തേക്ക് എല്ലാ വാഹനങ്ങളും കയറ്റുവാൻ പാടില്ല എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടെ പ്രത്യേകമായിട്ട് നിങ്ങളെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ആ കാര്യങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും ഈ മരണാനന്തര ശുശ്രൂഷയുടെ ഓരോ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ചെറുതും വലുതുമായി സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും നിങ്ങളുടെ വലിയ പ്രാർത്ഥന ഉണ്ടാകണമെന്ന സ്നേഹത്തോടുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ മൃതി പാതാള കവാടത്തിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾ പറയുന്നത് ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുവാൻ. നമുക്കറിയാം വഴി സൗകര്യമെല്ലാം പ്രതിസന്ധി പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ദേവാലയത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ പ്രിയപ്പെട്ട ദാസിക്ക് നല്ലൊരു യാത്രയയപ്പ് നൽകുവാനായിട്ട്, ഉചിതമായ രീതിയിലുള്ള ചിട്ടയായിട്ടുള്ള യാത്രയയപ്പ് നൽകുവാനായിട്ട് എല്ലാവരും പ്രത്യേകമായിട്ട് സഹകരിക്കണം. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ അന്ത്യചുംബനം നൽകുവാനുള്ള ആളുകൾ മാത്രം ഇവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാ ആളുകളും പുറത്തേക്ക് ഇറങ്ങി വാഹനങ്ങൾ ക്രമീകരിച്ച് ഒരു വരിയായിട്ട് ഒരു റോഡിന്റെ ഒരു വശത്തായിട്ട് ക്രമീകരിച്ച് നിൽക്കുവാൻ. ഏറ്റവും പിറകിലായിട്ടായിരിക്കും മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നു വരും. എല്ലാവരും അതിനോട് സഹകരിക്കണം പ്ലീസ്. എല്ലാവരും ദേവാലയത്തിൽ പോകുവാനുള്ള ആളുകൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് പ്രത്യേകമായിട്ട് സ്നേഹത്തോടു കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തിൻ ദൂതൻ പിറകെ ചുറ്റും പാർത്തെ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളികൂട്ടുന്നോർക്കായി വെളിവാകുന്നാദാ നിൻ ദൈവികമാം വലഭാഗേ നിർത്തണമെന്നേ. വത്സലരേ, സത്യം ഭയമാർന്നിടും കഠിന ഭയത്താൽ എന്നകതാരിളകിടുന്നോ. ജഗദീരക്ഷകനാം മശിഹാനൃപനൻ പേർ ആൾ വിട്ടതിനാൽ പോകുന്നേൻ സങ്കടപൂർവം. ഭുവനനിവാസികളെ ശുഭമോടുവാണിടുവിൻ ലോകമയന്മാർ ഇല്ല ഗുണം കാലം മൂലം. പോകുന്നേൻ നൽകാൻ എൻ്റെ കണക്കെല്ലാം സർവരഹസ്യ വിദീശന്തൻ തിരുസന്നിധിയിൽ. വൈരൂപ്യം സുമുഖ ഏകും മൃതിയേ നീ സ്നേഹിതനോടുമോ ദീപ്പോനെ ഗേദിപ്പിക്കും. വന്നിനി നിൻ ഭരണം
നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. പാഴോഴിയിലുയരും ശോശാന പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തത് ചാർത്തിയിടും പോ ആദാമക്കൾക്കായി റൂക്കുദിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. സ്നേഹമുള്ളവർ, ഇനി ആരെങ്കിലും അന്തിച്ചമ്പനം നൽകുവാനുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരണം. ബാക്കിയുള്ള ആളുകളെല്ലാം ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങണമെന്ന് സ്നേഹത്തോടുകൂടെ പ്രത്യേകമായിട്ട് സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും സഹകരിക്കണം. കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുൻപ് നമുക്ക് വിലാപയാത്രയായിട്ട് ദേവാലയത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. എല്ലാവരും സഹകരിക്കണം. ഇപ്പോൾ ഭൗതിക ശരീരം ദാസി ഈ പ്രിയം വെച്ച ഭവനത്തെയും എല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് ദേവാലയത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ചേർന്നായിരിക്കാം. വഴി ക്രമീകരിക്കുവാൻ തീരുമാനം. തെക്കുവശത്തെയും വടക്കുവശത്തെയും പുറത്തേക്ക് ഇറങ്ങുവാനായി പ്രത്യേകമായ ബന്ധനം ആളുകളുടെ ആളുകൾ ഈ സമയം മുന്നോട്ട് കടന്നുകൊണ്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനായി എല്ലാ സ്ഥാനങ്ങളിൽ ചേർന്നായിരിക്കുവാൻ തീരുമാനമുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആളുകൾ മുന്നോട്ട് കടന്നു നിൽക്കുവാനായിട്ട് തീരുമാനം കരുതണം. എല്ലാ ആളുകളും ശുശ്രൂഷ സംബന്ധിക്കുവാനായിട്ട് പ്രവേശിക്കുവാൻ അതിനുള്ള സൗകര്യം പ്രത്യേകമായ ചെറുകളുടെ മുൻപിൽ മുന്നോട്ട് കയറി നിൽക്കുവാനുള്ള സൗകര്യമുണ്ട്. എല്ലാവരും അനുസരിച്ച് ക്രമീകരിച്ച് ചേർന്നായിരിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദാസി പഞ്ചായത്തായിരുന്ന ദേശത്തെയും ശുശ്രൂഷ സംബന്ധിച്ച വിശദമായ ആരോഗ്യമിട്ട് യാത്ര ചോദിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. പ്രിയപ്പെട്ട സൗരി ചേച്ചിക്ക് നല്ല ഒരു യാത്രയിൽ നൽകുവാനായിട്ട് ചേർന്നായിരിക്കുമ്പോൾ ഓരോ ചിന്തകളോട് ക്രമീകരിക്കുവാൻ എല്ലാവരും പ്രത്യേകമായ വിതരണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട അരങ്ങരച്ച് ബഹുമാനപ്പെട്ട വിജയ് ആരംഭിക്കച്ച് ബഹുമാനപ്പെട്ട ജോമിയച്ച് പ്രിയപ്പെട്ട ജെർമച്ച് എല്ലാ വൈദിക ശ്രേഷ്ഠരും ഈ ശുശ്രൂഷ സംബന്ധിക്കുവാനായിട്ട് കടന്നുവന്നിരിക്കുന്ന വിശ്വാസികളെയും ഏറെ പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ദേവാലയം വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്.
തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ ഓമൻകാലോ കുറിയലായിസോൻ. ബറയ്ക്കുമോർ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാനേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമാവിയുടെ ശരണവും സൃഷ്ടിയുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുത്ഥാനവും മരിച്ചുപോയവരുടെ ഉയിർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ബുഗുൽഹന്യോമോസോ ദഹായേം ലുൽമീ. ബറകുമോർ ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിൻ്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ള യാതൊരു രഹസ്യവും നിന്റെ ദിവ്യ സൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമശിഹ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഇന്നിന്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാനമാരാകമാർ മൂലം ഇവളുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കൾ പിടിയിൽ നിന്നും ഇവളുടെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ടം ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഇവൾക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവളുടെ പാപങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായും ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്ക ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവളെ രക്ഷിച്ചു കൊള്ളണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവളെ നീ വിധിക്കരുതേ. തിരുസന്നതിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഇന്നിന്റെ ദാസിയിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപത്തിന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ നിന്റെ ദാസിക്ക് കോട്ടയും മനിയായും കാവൽക്കാരനും സഹായിയും ആയിരിക്കണമേ. അവിടെ ആദ്യന്തമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൾ ആനന്ദിക്കുമാറാകണമേ. അബ്രാഹാമിന്റെ മടിയിൽ വിശ്രമിച്ചും കൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാകണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും
ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന് ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവദനരായിരിക്കുന്നവർക്ക് മുഖപ്രസവം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മശിഹായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടി ആശ്വാസം നൽകണമേ. അപ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായി ഞങ്ങൾ എല്ലാവരും ആദ്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യനായി തീരണമേ. ഹോശോ അബ്കോലസ്മാൻ ബറഗ്മോർ മന്നാലോഹോന കാബേൽ ഹുസോയോദ് ഹബേസ് ബഗോനദൗതോ ഹിമത്രൈഹൂൻ വൽമലവോലം ആമേൻ. വന്നെത്തിയിടേണം നാദാ നിന്ദയൻ മുൻപിൽ എൻ ജീവാന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ തുണയാകില്ലൻ നേട്ടങ്ങൾ. പൊന്നിനു വിലയില്ലവിടെങ്ങും അങ്ങീശോയാം ദേവേശൻ. വിധിപീഠത്തിലിരിക്കുന്നോ ധനികന് പുണ്യമതില്ലെങ്കിൽ ധനമാലംബം നൽകില്ല. ദീനനു ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേകീട സത്തമനെ നരവത്സലനെ അവിടന്മേൽ ദയ തോന്നണമെൻ നർത്തിച്ചിടുന്നേന്മേന്മേൻ. മശിഹരാജാവേ, ശോകം ക്ലേശം മൃതിവയേശാത്ത ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസാത്മാക്കൾക്കാശ്വാസം മംഗളപൂർവം നൽകേണം. ബാറയ്ക്കുമോ നാം ദൈവാത്മജരായിടാൻ വാഴ്ചയിലുപദേശിച്ചോരാ ജനകന്മാരെ ഓർക്കേണം. ദൈവതനൂജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾ കൊപ്പമവ കീടട്ടെ. നാദാമൃദയാമി ദാസിക്കേ ഗണമാശ്വാസം. പോക സഹജാദേ ഭൂവാസം നിരസിച്ചോളേ. രാജകുമാരൻ പാർപ്പിക്കും മണിയറ തന്നിൽ നീ വീട്ടുകാരെയും
സുതരെയും വേപ്പെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും. കൂട്ടായി നിൻ സ്ലീബ ഭീകരമാം കടവതിലാർന്നു പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ. ശ്രീബ താക്കോല പറുദീസിൻ വാതിലിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിടട്ടെ. പൗലോസ്ലീഹാധന്യൻ ചൊൽകേട്ടേനി ദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചവയി എതിരായാരാനും ചൊന്നാൻ വാനവനെങ്കിലും ആദോദൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോട്ടവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്മോൻ. സ്ലീഹായുടെ വിനസ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖയുടെ അകമ്പടി ശബ്ദം, ദൈവത്തിൻ്റെ കാഹളധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മശിഹായിൽ ഉൾപ്പെട്ടവരായ മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയല്ല, ഇപ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിച്ചുകൊള്ളുവീൻ. ആമീനാഹായ് ബാറക്മോ. ഹല്ലേലൂയ. പ്രീതിപ്പെട്ടിടണമേ അടിയാൽ ഏറും കൃപയാൽ ഇവളെ രക്ഷിക്കാം. ഹല്ലേലൂയ. ചെയ്യെടുത്ത് നമ്മളും വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ എങ്കിലുമില്ലേ ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ നാം കേൾക്കണം. സ്ലോമോ അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion kadisho moranesu misiho korususa mahioniso men matai sligo moros maros haye furkonalolmo. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Dondobronesu moran valohan Purukodilanesu mesiho Mersalogo despasar Mensul tocadisto moria Olenden Okanagawai.
അങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. വീണ്ടും സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് ദീപയഷ്ടികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദിവ്യഷ്ടികളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികൾ ആകട്ടെ തങ്ങളുടെ ദിവ്യഷ്ടികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവർ എല്ലാവരും ഒന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവൻ്റെ എതിരേൽപ്പിനെ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യഷ്ടികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട് ഇതാ ഞങ്ങളുടെ ദീപയഷ്ടികൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കുമ്പോൾ മറ്റേ കന്യകമാരും വന്ന് പ്രഭോ പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെ ആ സമയത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതായിരിപ്പീൻ. ഉസൈനോ ലഗുൽഹു. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടി യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുരിയലായിസോൻ എന്ന ഏറ്റുകൊള്ളണം. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി ദുരാവുച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. 3 പ്രാവശ്യം കുറിയേലൈസോൻ എന്ന് ഏറ്റുചൊല്ലണം. കുറിയേലൈസോൻ കുറിയേലൈസോൻ കുറിയേലൈസോൻ. ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇനി ആരെങ്കിലും കാണുവാനുണ്ടെങ്കിൽ ഈ സമയത്ത് മുന്നോട്ട് കടന്നു വന്ന് കാണുവാനുള്ള ക്രമീകരണം ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ഈ ദാസി ഈ ഇടവകയോട്, ഇടവകയിലെ കുടുംബങ്ങളോട്, ഓരോ മനുഷ്യരോടും ഏറെ സ്നേഹത്തോടുകൂടെ വളരെ വാത്സല്യത്തോടുകൂടെ തൻ്റെ ജീവിതകാലത്ത് പെരുമാറി ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ഇടവകയോട് ചേർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഇടവക ഓർക്കുകയാണ്. ഓരോ ശുശ്രൂഷകളെയും സമയത്ത് ഓർക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ഇടവകയിൽ ഓരോ പ്രവർത്തനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കും. പ്രത്യേകിച്ച് കണിയേലിൽ കുടുംബം, പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഓരോ ആവശ്യങ്ങളിലും ഇടവകയോട് ചേർന്ന് നിന്ന് ഇടവകയെ ശക്തീകരിക്കുവാനായിട്ട് എപ്പോഴും ചേർന്നിരുന്നു. ഇടവകയുടെ പേരിലുള്ള എല്ലാവിധമായ പ്രാർത്ഥനകളും ആദരവുകളും അനുശോചനങ്ങളും ഈ സമയത്ത് പ്രത്യേകമായിട്ട് കുടുംബത്തെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഇടവകയുടെ ആദര സൂചകമായിട്ട് ഇടവകയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി സെക്രട്ടറിമാർ ചേർന്ന് ഈ മൃതശരീരത്തിൽ ശോശപ്പ അണിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ട്രസ്റ്റി സാബു ചേട്ടൻ, അതുപോലെ തന്നെ സെക്രട്ടറി റോജി ചേട്ടായും ഏറെ സ്നേഹത്തോടുകൂടെ ഇടവകയുടെ ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രിയപ്പെട്ട ദാസി ഇടവകയുടെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളോട്, അതിന്റെ ഓരോ ആവശ്യങ്ങളോടും കൂടെ ഏറെ ചിട്ടയോടുകൂടെ പ്രവർത്തിച്ചു വന്നിരുന്നു. ഇടവകയുടെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ യൂണിറ്റിന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് സമാജത്തിന്റെ പ്രവർത്തകർ ഈ സമയത്ത് സമാജത്തിന്റെ സെക്രട്ടറി, മറ്റുള്ള പ്രവർത്തകർ മുന്നോട്ട് കടന്നു വന്ന് ഈ ആദരവ് സമർപ്പിക്കുവാനായിട്ട്
പ്രത്യേകമായിട്ട് കരുതണമെന്ന് സ്നേഹത്തോടുകൂടെ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഇടവകയുടെ മർത്തമറിയമൃതാ സമാജത്തിൻ്റെ പ്രവർത്തകരുടെ അനുശോചനം ഈ സമയത്ത് റീത്ത് സമർപ്പിച്ചുകൊണ്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയദാസിയുടെ മക്കൾ ഇടവകയുടെ യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറെ സ്നേഹത്തോടുകൂടെ എല്ലാ കരുതലോടും കൂടെ പ്രവർത്തിച്ചു വരുന്നവരാണ്. ഏതൊരാവശ്യത്തിനും ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ഇടവകയുടെ യൂത്ത് അസോസിയേഷൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് യൂത്ത് അസോസിയേഷൻ സെക്രട്ടറിയും അതിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരും ചേർന്ന് ഈ സമയത്ത് മൃതശരീരത്തിൽ റീത്ത് സമർപ്പിക്കുകയാണ്. ഏറെ സ്നേഹത്തോടുകൂടെ യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകരെ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ദാസി ഇടവകയുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന് പ്രവർത്തിച്ചു വന്നിരുന്നു. ഏറെ കാലം സൺഡേ സ്കൂൾ അധ്യാപകയായിട്ടെല്ലാം പ്രവർത്തിക്കുവാൻ ഇടയാർത്തുകൊണ്ട് ഇടവകയുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തകരുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് അതിൻ്റെ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട സാജൻ സാർ ഇപ്പോൾ മൃതശരീരത്തിൽ റീത്ത് സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവിധമായ പ്രാർത്ഥനകളും അനുശോചനങ്ങളും ഇടവകയുടെ പേരിൽ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറിമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനകൾ, ഇടവയിലെ എല്ലാ കുടുംബങ്ങളുടെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് പ്രാർത്ഥനാപൂർവം കുടുംബത്തെ അറിയിക്കുകയാണ്. ഇപ്പോൾ മുഖശീല മൂടുവാൻ ഒരുങ്ങുകയാണ്. ഇനി ആരെങ്കിലും കാണുവാനുണ്ടെങ്കിൽ ഈ സമയത്ത് മുന്നോട്ട് കടന്നു വരണം. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ആരെങ്കിലും കാണുവാനുണ്ടെങ്കിൽ ഈ സമയത്ത് മുന്നോട്ട് കടന്നു വരണം. കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും ഈ ദാസി താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേയും തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം അവൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവിടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായ ഈ തൈലമുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയത്തിൽ നിന്നും ഇവൾ രക്ഷിക്കപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടി ആനന്ദത്തിലേക്ക് ഇവളെ അനയിക്കുകയും ചെയ്യുമാറാകണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. ബാറക്കുമോ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ചെയ്ത പ്രകാരം കർത്താവേ ഇതാ തിരുവഷ്ടമി ദാസിയിൽ നിറവേറ്റിയിരിക്കുന്നു. ഏറ്റോനെ ഞങ്ങളെ രണ്ടാം മൃതിയിന്നും കനിവാൽ കാക്ക ഹല്ലേലൂയ. നിന്നുടെ നീതി എൻ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിന്നൊഴിയും നിൻ വരസമ്പത്താൽ ഹല്ലേലൂയ. ജമായിച്ചോനെ ഈശോ നൃപതേ നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ ഹല്ലേലൂയ. വലിയ വെളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ, അസ്ഥികളിന്മേലാശിസാം പനിനീർത്തൂകി ഹല്ലേലൂയ. മരണത്തിൻ കാറ്റടിയേറ്റൻ ജീവൻ മാഞ്ഞു, നിൻ സത്യാത്മാവെത്തി എനിക്കുണർവേകട്ടെ ഹല്ലേലൂയ. നുയിരോട് പറുദീസിൽ നിന്നെ ഏറ്റും താതാത്മജ വിമലാത്മാവിനെന്നും സ്തോത്രം. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേൻ, സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പീൻ.
യെരൂശലേമേ, എന്റെ കാലുകൾ നിന്റെ വാതിൽ നിൽക്കുന്നു. നീ മൃതരായോർക്കുയിരേകുമ്പോഴൻ മൃതിവൊഴിവാക്ക വിസ്മയമീക്ഷിപ്പാൻ. കോട്ടയാൽ ചുറ്റപ്പെട്ട പട്ടണം പോലെ യെരൂശലേം പണിയപ്പെട്ടിരിക്കുന്നു. സ്ലോമോ നൽകി സ്ലോമോയോട് പോവിൻ, ഇനി എന്നേക്കും സ്ലോമോ ഇതു തന്നെ. അവിടേക്ക് ഗോത്രങ്ങൾ, കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. പ്രതിയെ കഷ്ടം, സാത്താനെ കഷ്ടം, നിങ്ങളുടെ ഭരണം മശിഹാമായിക്കും. അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. മൃതജീവതനെ ഈശോ രാജാവേ, മൃതൃക്കൈയിൽ ജീവൻ തിരുവിഷ്ടം. യെരൂശലേമിന്റെ കുശലം അന്വേഷിപ്പിൻ, നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. സ്തോത്രം മൃതരെ ജീവിപ്പിപ്പോനെ, മൃതൃക്കൈയിൽ ജീവൻ തിരുവിഷ്ടം. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. സഭയും സുതരും പിതൃസുതരൂഹായി സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടും. ഇരുലോകത്തും മേവും നേ ഞാൻ, കൃപ തോന്നണമേ എന്മേലെങ്ങും. നീ കണ്ടെന്നെ ഞാനില്ലായകെ, കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ. എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹാൽ നീ ഉയരേകിൽ പാഴാകാ ഞാൻ. സ്വസ്നേഹിതരാം സഹജന്മാരെ മുടിച്ചൂടിച്ച നീതിപ്രിയനേ. ഈ ദാസിയ നീ കന്നികളെ പോൽ ചൂടാഭരണം ചൂടിക്കണം. എന്നേക്കും സ്തുതിതാതനും നദിനന്ദനനും റൂകുദിശായ്ക്കും മൊറിയോറാഹിം മേലൈനു ആധാരേൻ. ആർദ്രതയാൽ നാദാദേവാദാസിക്കേ ഗണമേ പുണ്യം, നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ. നേട്ടത്തെ നേട്ടക്കാർക്കും വീടിനെ വാഴ്വോർക്കും വീട്ടേൻ ദേവേശായൻ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടേണം. ഓർക്കെന്നെ മശിഹാമന്നാ, നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിനാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽകാം. ആർദ്രതയാൽ നാദാദേവ ദാസിക്കേ ഗണമേ പുണ്യം, നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ. സ്വർഗീയ മാലാകമാരും പ്രധാന മാലാകമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനം പാഴുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരേറ്റുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമാകും ദൈവമായ കർത്താവേ, നിന്നെയും യേശു മശിഹായ ഏകപുത്രനായ ദൈവമായ കർത്താവേ, പരിശുദ്ധ റൂഹായോടുകൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തുതിക്കുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് മൊത്തത്തോടിരിക്കുന്നതായുള്ളവേ, നിന്റെ ചെവി ചായ്ച്ച് ഞങ്ങൾ അപേക്ഷ കൈക്കൊണ്ട് ദേവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് പരിശുദ്ധ റൂഹായോടുകൂടെ യേശുമശിഹായായി നീ മാത്രം കർത്താവാകുന്നു. ആമീൻ. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നതിന്റെ നാമം മഹത്വമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാപവുമുള്ളവനുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ നിനക്ക് മേഘപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും പുകഴ്ച ചേർച്ചയാവുന്നത് ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നിന്റെ കരുണാതി ഞങ്ങളെ നേരെ നീ അടയ്ക്കരുത്. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു,
ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താ ഞങ്ങളുടെ മരണമായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കി കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലിഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഏർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറകമോർ സ്തോമൻഗാലോസ് ക്രിയേലായിസോൻ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളെല്ലാം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. രണ്ട് കാര്യങ്ങൾ സ്നേഹത്തോടുകൂടി നിങ്ങളെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാ ശുശ്രൂഷകളും ഇവിടുന്ന് പൂർത്തീകരിച്ച് പെട്ടി അടച്ച ശേഷമാണ് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ പരിമിതമായ സൗകര്യങ്ങളാണുള്ളത്. കാലാവസ്ഥയും പ്രതികൂലമാണ്. അതുകൊണ്ട് പതിവിന് വിപരീതമായിട്ട് നിങ്ങൾക്ക് ദേവാലയത്തിൽ നിന്ന് തന്നെ കുന്തിരിക്കം സമർപ്പിക്കുവാനുള്ള അവസരം ക്രമീകരിക്കുകയാണ്. സാധാരണ സെമിത്തേരിയിൽ പെട്ടി ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ കുന്തിരിക്കം സമർപ്പിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ക്രമീകരിക്കണം. എന്നാൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കൊള്ളണം. പുരോഹിതന്മാർക്ക് മാത്രമാണ് മൃതശരീരത്തിൽ നേരിട്ട് മണ്ണ് നിക്ഷേപിക്കുവാനുള്ള അനുവാദമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മൃതശരീരത്തിൻ്റെ കാൽഭാഗത്ത് കുന്തിരിക്ക നിക്ഷേപിച്ച് പുരോഹിതൻ്റെ കൈമുത്തി പുറത്തേക്ക് ഇറങ്ങുവാൻ പ്രത്യേകമായിട്ട് കരുതണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും അടുത്ത ആളുകൾ മാത്രം സെമിത്തേരിയിലേക്ക് വന്നാൽ മതിയാകും. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഇവിടെ ചായയും ലഘു കടിയും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കുകാരാകണമെന്ന് സ്നേഹത്തോടുകൂടെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം പരേതിയുടെ ഭവനത്തിൽ 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. സാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. നാളെ രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും 7:30 വിശുദ്ധ കുർബാനയും ദേവാലയത്തിൽ പരസ്യമായി ആരംഭിക്കുന്നതാണ്. സാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിശുദ്ധ കുർബാനയും സംബന്ധിച്ച് ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് കുന്തിരയ്ക്കും ഈ മൃത ശരീരത്തിന്റെ കാൽഭാഗത്ത് നിക്ഷേപിച്ച് പുറത്തേക്ക് ഇറങ്ങുവാൻ പ്രത്യേകമായിട്ട് കരുതണം. ബഹുമാനപ്പെട്ട ജെറിനച്ഛൻ നിങ്ങളെ സമയത്ത് കൈമുത്തിക്കും. പെട്ടെന്ന് കടന്നു വന്ന് കുന്തിരയ്ക്ക് നിക്ഷേപിച്ച് പുറത്തേക്ക് ഇറങ്ങുവാൻ പ്രത്യേകമായിട്ട് കരുതണം. പ്രിയപ്പെട്ട സോളി ചേച്ചിയുടെ വേർപാട് അറിഞ്ഞ നിമിഷം മുതൽ ഭവനത്തിലേക്കും അതുപോലെ തന്നെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച ഓരോ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മിത്വം വഹിച്ച ഇടവയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട മർക്കോസ് അറക്കലച്ചൻ, അതുപോലെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ബിജോയ് അറാക്കുടിയിലച്ചൻ, കുടുംബ അംഗങ്ങളായ ബന്ധുക്കളായ ബഹുമാനപ്പെട്ട വിനോദച്ചൻ, അതുപോലെ ബഹുമാനപ്പെട്ട ജോമിയച്ചൻ, ഭവനത്തിൽ കടന്നു വന്നു പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട റിജി കോലാനിക്കലച്ചൻ, പുളിക്കക്കാട് സെന്റ് ജോർജ് ദേവാലയത്തിന്റെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ വർഗീസ് താഴ്ത്തേടത്തച്ഛൻ, സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട പോൾസൺ ആറ്റുപുറത്തച്ഛൻ,
ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ അഭിമന്യ ഇടവക മെത്രാപ്പോലീത്ത ഇന്ന് മറ്റൊരു മരണാനന്തര ശുശ്രൂഷ സംബന്ധിക്കുവാനുള്ളത് കൊണ്ട് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്ന് വിളിച്ചറിയിക്കുകയും അഭിമന്യ തിരുമനസിന്റെ പേരിലുള്ള എല്ലാവിധമായ പ്രാർത്ഥനകളും അനുശോചനങ്ങളും കുടുംബത്തെ പ്രത്യേകമായിട്ട് അറിയിക്കണമെന്ന് ബലഹീനനായി എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള വിവരം സ്നേഹത്തോടുകൂടി അറിയിക്കുകയും അഭിമന്യ തിരുമനസിന്റെ പേരിലുള്ള എല്ലാവിധമായ പ്രാർത്ഥനകളും അനുശോചനങ്ങളും ഈ സമയത്ത് പ്രത്യേകമായിട്ട് കുടുംബത്തെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടവകയുടെ മുൻ വികാരിമാരായിരുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് ജോൺ മൈക്കോട്ടുംകരയിലച്ചൻ, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് തയ്യിലച്ചൻ, ബഹുമാനപ്പെട്ട ജോസഫ് പരത്തുവയലച്ചൻ, ബഹുമാനപ്പെട്ട അനീഷ് കവുങ്ങമ്പള്ളിലച്ചൻ, ബഹുമാനപ്പെട്ട ബാബു കൊമരംകുടിയിലച്ചൻ, ബഹുമാനപ്പെട്ട ജെയിംസ് എടപ്പുതിശ്ശേരിലച്ചൻ, എല്ലാ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ പ്രത്യേകം കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കുവാനായിട്ട് ബലഹീനനെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെ പേരിലുള്ള എല്ലാവിധമായ പ്രാർത്ഥനകളും അനുശോചനങ്ങളും ഈ സമയത്ത് കുടുംബത്തെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ വേർപാട് അറിഞ്ഞ നിമിഷം മുതൽ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച ദേശനിവാസികൾ, ഇടവകയിലെ പ്രിയപ്പെട്ടവർ, നാനാജാതി മതസ്ഥരായ ദേശനിവാസികൾ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും കുടുംബത്തെ പ്രതിയുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ മരണാനന്തര ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യവും ക്രമീകരിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറിമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവകയുടെ ഭക്തസംഘടനാ പ്രവർത്തകർ, ഇടവകയിലെ പ്രിയപ്പെട്ട വിശ്വാസികൾ, ദേശനിവാസികൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. തുടർന്നും പ്രിയപ്പെട്ട ഈ ദാസിക്ക് വേണ്ടി, ദാസിയുടെ ആത്മാവിന് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ എല്ലാവരും കരുതണമേ എന്നുള്ള കാര്യവും സ്നേഹത്തോടുകൂടെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. 3-ാം തീയതി ദേവാലയത്തിൽ കാവൽ മധ്യസ്ഥനായ മോർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനോ പെരുന്നാളാണ്. അന്നേ ദിവസം ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. 4-ാം തീയതി ശനിയാഴ്ച നമ്മുടെ ചെറിയ പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞായറാഴ്ച വലിയ പള്ളിയിൽ അതുപോലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. കാര്യവും സ്നേഹത്തോടുകൂടെ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടും ഈ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഇടവയുടെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബ അംഗങ്ങളെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിച്ച് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും നീറുന്ന വേദനകളുമെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ കൃപയാലും മഹാകരുണയാൽ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നിലുള്ള ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് പാപപരിഹാരം ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടി ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ പ്രത്യേക ദൈവം തന്റെ നിർമ്മലമായ തൃക്കൈകളിൽ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോട് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനങ്ങൾക്ക് നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവ് നൽകുമാറാകട്ടെ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവിളിയാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയത്താൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതുമായ വാഗ്ദാനം കർത്താവ് ഇവളിൽ നിവർത്തിയാക്കട്ടെ. കർത്താവ് ഇവളുടെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണമായി ലോകത്തിൽ വെച്ച് ഇവൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവം മായ്ച്ചു കളയുന്നതിന്റെ മഹാകരുണയാൽ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാരിൽ കരുണ ചെയ്യുന്നതായ സമയത്ത് ഇവളിലും കരുണ ചെയ്യുമാറാകട്ടെ. കൃപാലുമായി തന്നെ കോപിച്ച ദുഷ്ടന്മാരോട് ദൈവം പ്രതികാരം ചെയ്യുന്ന സമയത്ത് കരുണ ആവശ്യമായി വരുന്ന ദിവസത്തിൽ ദൈവം ഇവളിൽ കരുണ ചെയ്യട്ടെ. ദൈവം തന്റെ ശുദ്ധന്മാരുടെയും തിരഞ്ഞെടുപ്പെടുന്നവരെയും കൂട്ടത്തിൽ ഇവളെ ആനന്ദിപ്പിക്കട്ടെ. വത്സല സഹോദരങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ ന്യൂനം ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവിൻ. മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപ ഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള
കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ദൈവികമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്ന ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹാ നിങ്ങൾക്ക് ഉത്തരവരളും ഐശ്വര്യപൂർണമായ തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് അനുഭവിച്ചുള്ളവരെന്ന് അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങൾ പരേതരുടെയും തന്റെ ശരണത്തിൽ നിർമ്മാപിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ ദാസിയുടെ പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് തന്നെ വലതുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഉള്ള വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാൻ വേണ്ടിയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശരണത്തിന്മേൽ നിർവചിച്ചിരിക്കുന്ന തന്റെ ദാസിയും ആരാധകയുമായി ഇവളെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ അബുഗോലസ്മാൻ ലവൽ മീൻ. വത്സലരേ ദോര തെന്തിനു നിൽക്കും അരികിൽ വരിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമെൻ എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരേ, സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ.
അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി, ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനും ഞാൻ മാപ്പേകുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, മരണാനന്തര പൂർത്തീകരിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രാർത്ഥനാപൂർവമായി സഹകരിക്കുകയാണ്. പെട്ടെന്ന് പാക്ക് ചെയ്യാൻ പോവാ. എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം, വിധി നാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും, ത്രിത്വത്തിനായി കീർത്തനമോതും.